ഹായ്, എൻ്റെ പേര് റൌഫ് റഹീം. ഞാൻ PSP സ്റ്റോഴ്സ് എന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. നമ്മളൊരു 1947 മുതൽ ചങ്ങനാശ്ശേരിയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടെക്സ്റ്റൈൽ ഷോപ്പാണ് PSP സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു 75 years ആയിട്ട് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. ഈ അടുത്താണ് നമ്മൾ ഓൺലൈനിലോട്ട്, അതായത് ഒരു കൊറോണയ്ക്ക് ശേഷം നമ്മളൊരു 2-3 years ആയിട്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. അതിനു മുമ്പ് എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ബിസിനസ്സായിരുന്നു ഈ ടെക്സ്റ്റൈലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ടെക്സ്റ്റൈലാണ്. നമുക്ക് കറൻ്റ്ലി ഇപ്പം 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിൽ, അതൊരു കംപ്ലീറ്റ് ഫാമിലി സ്റ്റോറാണ്. നമ്മുടെ SP കോളേജിൻ്റെ അടുത്ത് MC റോഡിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആയിട്ട് നമ്മൾ pspstores.in എന്ന നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോർ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയിട്ടുണ്ട്. 2 സ്റ്റോഴ്സും നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ പോകുന്നു. നമ്മുടെ ഓൺലൈൻ സ്റ്റോഴ്സിന് കറൻ്റ്ലി ഇപ്പോൾ ഒരു 2.6 lakh ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞൊരു 3 years ആയി. കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഓൺലൈൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലോട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 2023 തൊട്ടാണെന്ന് തോന്നുന്നു വാട്സപ്പ് ഓർഡേഴ്സ് ആയിരുന്നു നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ വന്ന് കമൻറ്റിൽ വന്ന് പറയാൻ തുടങ്ങി, നമ്മുടെ റിവ്യൂവിൽ പറയാൻ തുടങ്ങി. നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ല, വിളിച്ചാൽ ഫോൺ എടുക്കാനായിട്ട് പറ്റുകയില്ല. എന്താണെന്ന് വെച്ചിട്ട് ഒരു 2.5 lakhs ഫോളോവേഴ്സ് ഉള്ളതിൽ ഒരു 500 പേര് ഡെയിലി വിളിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് കോൾസ് എടുക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വാട്സപ്പിൽ റിപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. വാട്സപ്പിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ നമുക്ക് ഒരു മാക്സിമം ഒരു 1000 ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുമായിരിക്കും അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ പുതിയൊരു വാട്സപ്പ് നമ്പർ എന്നിട്ട് ലോഞ്ച് ചെയ്ത് അപ്പോഴും ഇഷ്യൂസ്, മൾട്ടിപ്പിൾ ഓർഡേഴ്സ് വന്നു തുടങ്ങി. ഇരിക്കുന്ന വാട്സപ്പ് കൈകാര്യം ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. അപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വീഡിയോ വൈറലായി പോയി കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് ബ്ലോക്ക് ആകുന്ന രീതിയിലാവും. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമ്മൾ വെബ്സൈറ്റ് മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഓവർ ചെയ്ത് WooCommerce ഒരു വെബ്സൈറ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തു. pspstores.in തന്നെയായിരുന്നു വെബ്സൈറ്റിൻ്റെ പേര്. ആദ്യത്തെ ഒരു വാട്സപ്പ് ഹാൻഡ്ലിംഗ് പോലെ തന്നെ പിന്നെയും അത് വെബ്സൈറ്റ് ഹാൻഡ്ലിങ്ങും ഒരു ബുദ്ധിമുട്ടാകുന്ന സ്റ്റേജിലേക്ക് ഞാൻ ആക്ച്വലി ഒരു 1 yearൽ ആ ഒരു ഷോപ്പിഫൈ അല്ല WooCommerce പ്ലാറ്റ്ഫോമിൽ ആ വെബ്സൈറ്റ് റൺ ചെയ്തു. പക്ഷേ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു. ബോത്ത് നമ്മുടെ സൈഡിലും കസ്റ്റമർ സൈഡിലും അത്ര യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല ആ ഒരു വെബ്സൈറ്റ്. എന്തോ അതിൻ്റെ ഡൊമൈൻ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ സെർവർ സൈഡിലെ ഇഷ്യൂസ് ആകാം, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഓറഞ്ച് ഡൈസ് എന്ന തൗഫീഖ് റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിൻ്റെ ഞാൻ ആഡ് കണ്ടിട്ടാണ് തൗഫീഖിനെ കോൺടാക്ട് ചെയ്തത്. അപ്പം ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, കുറച്ച് റെപ്യൂട്ടഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓൾറെഡി തൗഫീഖിൻ്റെ ക്ലയൻസ് ആയിരുന്നു. അപ്പം തൗഫീഖിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അറൗണ്ട് എനിക്ക് തോന്നുന്നു 2 months മുകളിൽ ഞാൻ ഓൾറെഡി തൗഫീഖിൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് എനിക്ക് ഈ ഓൾറെഡി ഞാനൊരു ഇഷ്യൂ ഫേസ് ചെയ്തേക്കുന്നതായതുകൊണ്ട് ഒരു സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ അതിലൊരു ബോത്ത് സൈഡ് കസ്റ്റമർ സൈഡിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഈസ് വേണം, ഒരു എളുപ്പമായിരിക്കണം ഈ ഓൺലൈൻ കസ്റ്റമർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ഓൺലൈൻ ഓർഡേഴ്സ് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നിടം വരെയുള്ള സ്റ്റേജിലോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കണം. അപ്പോൾ അതിനെല്ലാം ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ടാണ് ഓറഞ്ച് ഡൈസിലെ തൗഫീഖ് എന്നെ മീറ്റ് ചെയ്തത്. ഇതുവരെയും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 to 4 months മുകളിലായി ഞാൻ ഓറഞ്ച് ഡൈസിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ഞാൻ ഇതുവരെ 100% സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ സർവീസ് ആണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി കസ്റ്റമർ സൈഡ് ആണെങ്കിലും ഒത്തിരി എൻ്റെ സെയിൽസ് ഒരു 50% ഇൻക്രീസ് ആയിട്ടുണ്ട്. ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിലൂടെയുള്ള സെയിൽസ് ഒരു മിനിമം 50% എങ്കിലും എനിക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഹെൽപ്പും ചെയ്തു തന്നിരിക്കുന്ന ഓറഞ്ച് ഡൈസ് സൊല്യൂഷൻസ് ആണ്. അതിന് തൗഫീഖിനൊരു ബിഗ് താങ്ക്സ്. പഴയ സൈറ്റും നമ്മുടെ പുതിയ വെബ്സൈറ്റുമായിട്ടുള്ള മെയിൻ ഇഷ്യൂ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു കൂടുതൽ ട്രാഫിക് വരുമ്പോൾ നമ്മുടെ സൈറ്റ് ഹാങ് ആകുന്നു, അല്ലെങ്കിൽ ഓൾറെഡി കസ്റ്റമർ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ഐറ്റം സെലക്ട് ചെയ്യാനായിട്ട് തന്നെ ഡിലേ വരുന്നു. നമുക്കത് പ്രോസസ്സ് ചെയ്ത് ഷിപ്പിംഗ് കൊടുക്കാനായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാനായിട്ടുള്ള നമ്മുടെ സൈഡ് ബാക്ക് എൻഡ് സൈഡിലും ഡിലേ വരുന്നു. ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഓറഞ്ച് ഡൈസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പുതിയ വെബ്സൈറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വേറൊരു കാര്യം പറയാനായിട്ടുള്ള അവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ്, കസ്റ്റമർ സർവീസാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ഓരോ പ്രാവശ്യവും റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർ കൈയോടെ തന്നെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ അവർ അത് റെക്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പം അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഓറഞ്ച് ഡൈസിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. I expect that to be continued further.
കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിനെക്കാട്ടിലും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ആന്ധ്ര, തെലുങ്കാന, ചെന്നൈ, ബാംഗ്ലൂർ അവിടെ നിന്നൊക്കെ ഓർഡേഴ്സ് വരുന്നതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താ, നമ്മുടെ വാട്സപ്പ് സൈഡ് ഇപ്പോഴും റണ്ണിങ് ആണ്. അത് കംപ്ലീറ്റ്ലി അത് ചേഞ്ച് ചെയ്തുകൊണ്ട് പ്യുവർലി വെബ്സൈറ്റിലേക്ക് പോകാനായിട്ടായിരിക്കും എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചെയ്യുന്നവരും ആഗ്രഹിക്കുന്നത്. കറൻറ്റ്ലി ആ വാട്സപ്പ് എനിക്കിപ്പോഴും ആ ഒരു 50% സെയിൽസ് വാട്സപ്പിലൂടെ തന്നെയാണ് വരുന്നത്. അവരെ സ്വിച്ച് ചെയ്ത് വെബ്സൈറ്റിലോട്ട് ആക്കുക എന്നതാണ് എൻ്റെ പ്രൈം ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ചിലപ്പോൾ വെബ്സൈറ്റ് ഓർഡേഴ്സ് ഞങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് ഫസ്റ്റ് അന്നത്തെ ദിവസം തന്നെ മിക്കവരും സെക്കൻഡ് ഡേ ആയിരിക്കും ഡെസ്പാച്ചിലോട്ട് പോകുന്നത്. നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ചില ദിവസങ്ങളല്ല എല്ലാ ദിവസവും നമ്മുടെ പിള്ളേർ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് പോകുന്ന ഒരു 1 AM 1:30 AM വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാനായിട്ട് തന്നെ നമ്മൾ കുറേ ഓഫേഴ്സൊക്കെ വെബ്സൈറ്റ് ത്രൂ ഉള്ള പർച്ചേസിന് ലോഞ്ച് ചെയ്യാനായിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ വാട്സപ്പ് ഓർഡേഴ്സ് കുറയ്ക്കേണ്ടതല്ല, ബോത്ത് വാട്സപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കും ഞങ്ങൾക്കും കൺവീനിയൻറ്റ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും കണ്ടിന്യൂ ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുക. PSP സ്റ്റോഴ്സ് എന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതിന് ഇപ്പം നിലവിൽ ഞങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ടീമായിട്ട് ഓറഞ്ച് ഡൈസ് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇഷ്യൂസും ഉണ്ടാകാതെ നിങ്ങളെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എന്നും ഫ്യൂച്ചറിലും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. താങ്ക് യു.